ഗുഡ് മോർണിംഗ്. അപ്പം ഇന്ന് നമ്മളെ സോളാർ പാനൽ കഴുകാൻ ചെറിയ പൈസക്ക് ഒരു ബ്രഷ് ഉണ്ടാക്കിയാലോ. അപ്പോൾ ഒരു ബ്രഷ് വാങ്ങിയിട്ട് അതിൻ്റെ ലെങ്ത്ത് കൂട്ടിയിട്ടുള്ള ചെറിയ പരിപാടി കേട്ടോ. ഒന്ന് കണ്ടു നോക്കി. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിയ ബ്രഷ്. ഇതിന് എന്താ പറയുക 535 രൂപ വിലയായിട്ടുണ്ട്. കുഴപ്പമില്ല, അത്യാവശ്യം വലുപ്പമുള്ളതാണ്. പിന്നെ വടിയും ഒരു ആവറേജ് ലെങ്ത്ത് ഉണ്ട്, കണ്ടില്ലേ. ഇപ്പോൾ ഇത്ര ലെങ്ത്തിലൊരു പൈപ്പ് ഉണ്ട്. അപ്പം ഈ പൈപ്പ് നമുക്ക് എന്ത് ചെയ്യണം, ഇത് നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് കൂട്ടണം. കുറച്ച് ലെങ്ത്ത് കൂടുതൽ വേണമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ലെങ്ത്ത് കൂട്ടാനുള്ള ഒരു എളുപ്പ വഴി ചെറിയ പൈസയിൽ എങ്ങനെ നമുക്കൊരു ബ്രഷ് സെറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ പരിപാടി കേട്ടോ. ഓക്കെ, അപ്പോൾ എന്നാൽ വീഡിയോ എങ്ങനെ ഓരോന്നോരോന്നിട്ട് കാണിക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ലെങ്ത്ത് കൂട്ടാൻ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഭാഗം നമ്മൾ ഒന്നുകൊണ്ട് അയച്ചെടുക്കുക. എന്നിട്ട് അയച്ചെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് സെറ്റ് ചെയ്ത് കണ്ട് ബാക്കിയുള്ള പരിപാടികൾ നോക്കാം. അപ്പോൾ ഇത് ഞാനത് അയച്ചെടുത്തിട്ട് ഞാനൊരു 5 സെൻറ്റിമീറ്ററിൽ മാർക്ക് ചെയ്തിട്ട് ഞാനൊരു കട്ടർ വെച്ചിട്ട് ഇതിൻ്റെ 2 ഭാഗവും ഇതേമാതിരിയിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 5 സെൻറ്റിമീറ്ററിൽ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതിലേക്ക് ഞാൻ ഒരു 2.5 മീറ്ററിൻ്റെ ലെങ്ത്തിൽ ഒരു ഇരുമ്പിൻ്റെ പൈപ്പ് വാങ്ങിയിട്ടുണ്ട്. ഇച്ചിരി കനംകുറവുള്ളതാണ് വാങ്ങിച്ചത്, കാരണം അല്ലെങ്കിൽ വെയിറ്റ് കൂടുന്ന ചാറ്റുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്യണം. അപ്പോൾ അതൊക്കെ ഇതേമാതിരിയിൽ നമുക്ക് ഇതിനുള്ളിൽ ഇങ്ങനെ കയറ്റാനുള്ളതാണ്. അപ്പോൾ ഇത് കയറുമ്പോൾ എന്താ വെച്ചാൽ ഇവിടെ നമുക്ക് ഏതാണ്ട് ടൈറ്റായിട്ട് നിൽക്കണം. അപ്പോൾ അതിനുള്ളൊരു സെറ്റപ്പ് നമുക്ക് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് ഞാൻ ചെയ്യുന്നത് ഈ ഒരു ഇരുമ്പിൻ്റെ ഒരു ചെറിയൊരു പീസ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഈ ഒരു കഷ്ണത്തിൽ നിന്ന് ഞാനൊരു 5 സെൻറ്റിമീറ്ററിൽ ഒരു കഷ്ണം കട്ട് ചെയ്തെടുക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ ഇതാ അങ്ങനെ ഒരു കഷ്ണം ഞാൻ ഇവിടുന്ന് കട്ട് ചെയ്തെടുത്ത് 5 സെൻറ്റിമീറ്ററിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിന് ഇതേമാതിരി ഞാൻ ഒരു കട്ടിങ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് കയറ്റാണ്ട്, പക്ഷേ എന്നിട്ട് ഇത് ടൈറ്റ് ചെയ്യണം. അപ്പോൾ ടൈറ്റ് ചെയ്യാൻ നമുക്ക് അതിനൊരു ടൈറ്റ് ചെയ്യാൻ പറ്റിയൊരു സാധനമുണ്ട്. അപ്പോൾ ആ ഒരു സാധനം ഇതിൻ്റെ മുകളിലൂടെ വെച്ചിട്ട് ടൈറ്റ് ചെയ്യാമെന്നാണ് ഉദ്ദേശം. ഏതായാലും നമ്മൾ നോക്കാം. അപ്പോൾ ഇതാണ് ആ സാധനം. അപ്പോൾ ഇതിൻ്റെ മുകളിലൂടെ വെച്ചിട്ട് കയറ്റിയിട്ട് ടൈറ്റ് ചെയ്യാമെന്നാണ് പ്ലാൻ. പക്ഷേ ഇതിൻ്റെ കൂടെ നമ്മൾ സ്ക്രൂ ഡ്രൈവർ ഇട്ടിട്ട് മുറുക്കേണ്ട ഒരു അവസ്ഥയിലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു പീസ് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിലാണ്ട് വെൽഡ് ചെയ്തതിന് ശേഷം ഞാൻ ബാക്കി കാണിക്കാം. അപ്പോൾ അതിൻ്റെ വെൽഡിങ് അവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നല്ല ചൂടിലാണ്. അപ്പം ചൂടാറിയാൽ നമുക്ക് എടുത്തിട്ട് മറ്റേമിൽ ഫിറ്റ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളോട് നോക്കിയിട്ട് പാനൽ ക്ലീനിങ് അടക്കാണ്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് നമുക്ക് കയറ്റാന്നുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതും കൂടി കയറ്റിയിട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ ഇതിന്മേൽ കയറ്റിയിട്ടുണ്ട്, കണ്ടില്ല, സെറ്റപ്പായിട്ടോ. ഞാൻ ലോക്ക് ഇടും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ലോക്ക് ഇതിലിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൈപ്പ് നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് ടൈറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ മുതലിവിടെ സെറ്റപ്പായിട്ട് ടൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ. കുഴപ്പമില്ല, ഊരി പോരുന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് തന്നെ ആയതുകൊണ്ട് ഇതിപ്പോൾ മൊത്തത്തിൽ വലിച്ച് കാണിക്കാനും വയ്യ. ഏതായാലും പോരുന്നില്ല, കിട്ടുന്നില്ല, ഉഷാറായിട്ടുണ്ട് കേട്ടോ. നല്ല പിടുത്തമായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഭാഗത്ത് നമ്മുടെ പഴയ പിടുത്തമുണ്ടല്ലോ, ആ പിടുത്തം ഇവിടെ വെക്കാമെന്നുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ ഇതായിരുന്നു ആ പിടുത്തം. അപ്പോൾ ഈ പിടുത്തം എന്താണെന്ന് വെച്ചാൽ ഇതിന് ചെറിയ ലൂസാണ്. ഇതിന് നല്ല കറക്റ്റായിട്ട് അല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്യാൻ പോകുന്ന പരിപാടി എന്താ വെച്ചാൽ ഒരു അലുമിനിയത്തിൻ്റെ ചെറിയൊരു പീസ് വെട്ടിയിട്ടുണ്ട്. ഈ ഒരു പീസ് ഇതിനുള്ളിലിട്ടിട്ട് ടൈറ്റ് ചെയ്ത് കണ്ട് സ്ക്രൂ ഇടാത്തുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ റെഡിയാക്കി വെച്ചു കേട്ടോ. ഇനി നമുക്ക് ഇതിനൊരു സ്ക്രൂ റിവീറ്റ് എന്തെങ്കിലും ഒന്ന് ഇടുക. അതോട് കൂടിയിട്ട് ഈ ഭാഗം എടുത്ത് തീരും. പിന്നെ നമുക്ക് ക്ലീൻ ചെയ്യാം. അതും കൂടി നോക്കിയാൽ സംഗതി നമ്മൾ പരിപാടി ഫുള്ള് അവസാനിച്ചു കേട്ടോ. അത് ഇങ്ങനെ ഒരു സ്ക്രൂ ഇട്ടുകാണ്ട് ചെയ്ത് തീർത്തു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലീനിങ് ആണ്. ഇനി ക്ലീനിങ് കണ്ട് ചെയ്യുക. അതും കൂടി കണ്ടാൽ സംഗതി നിങ്ങൾക്ക് സിമ്പിളായിട്ട് എളുപ്പത്തിൽ ഇങ്ങനെ ചെറിയ പൈസയിൽ ഇങ്ങനെ പരിപാടി ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ സോളാർ പാനൽ കഴുകാൻ ടാങ്കൊക്കെ മോട്ടർ അടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു വാൾവ് കൊണ്ട് തുറക്കുക. ഇത് നേരെ ടാങ്കൊക്കെയുള്ളതാണ്. ഈ വാൾവ് തുറക്കുക, ഇത് ഫുള്ള് തുറക്കുക. ഇത് ഏതാണ്ട് ഒരു 3/4 ഭാഗമാക്കുക. അപ്പോൾ ഇതിൽ കൂടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ വന്നിട്ട് ഇവിടുന്ന് പിന്നെ ഞങ്ങൾക്ക് ഞാൻ ഹോസ് ഇട്ട് കാണും. വണ്ടിയിൽ ഇങ്ങനെ ഹോസ് ഇട്ട്. അപ്പോൾ ഇതാണ് ഹോസ്. പക്ഷേ ഈ ഹോസ് വെയിലുള്ളതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഫുള്ളായിട്ട് തുണി കവർ ചെയ്തിരിക്കുക. അല്ലെങ്കിൽ വെയിലുണ്ടായാലും ഈ ഹോസ് പെട്ടെന്ന് കേടുവരും. അപ്പോൾ ഇങ്ങനെ ഒരു ഹോസ് ഇട്ടിട്ട് നമുക്ക് മോട്ടർ ഇട്ടാണ്ട് ഇതുകൊണ്ട് നനച്ചിക്കാണ്ട് വേണം ഫുള്ള് കഴുകിയെടുക്കാൻ കേട്ടോ. അപ്പോൾ ഇനി കഴുകണത് കാണിക്കാം.
അപ്പോൾ നമ്മുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ഇതാ പോളർ പാനലൊക്കെ ഫുൾ അടിപൊളി ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ.